ലവ് മാരേജ് ആയിരുന്നില്ലേ? ഞാൻ അങ്ങനെയല്ലേ അറിഞ്ഞേക്കണേ ഇവര് നല്ലൊരു പയ്യനെ അന്വേഷിച്ച് നടന്ന് ഞാൻ മിമിക്രി പറഞ്ഞ് നടക്കണല്ലേ. പക്ഷെ അവരെ തെറ്റു പറയാൻ പറ്റൂല. നിങ്ങളുടെ രണ്ടാമത്തെ കല്യാണത്തിന്റെ ആദ്യത്തെ ഓണല്ലേ? ഞാൻ അമേരിക്ക പോകാൻ വേണ്ടി നിൽക്കണവരെ അവരവര് ഇങ്ങനെ 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 നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബിജുക്കുട്ടനെ വിളിക്കാൻ പറഞ്ഞു. എയർപോർട്ടിൽ നിന്നാണ് വിളിച്ചിട്ട് നിന്റെ നമ്പർ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയി. അന്നേരത്തെ മൈൻഡിലാണ് ഈ വിസ അടിക്കണത് ശരിക്കും. ഇവര് ചിലപ്പോ വീട്ടിൽ നിന്ന് പെണ്ണുപിള്ളേർ തല്ലി തുടങ്ങി പോയാണെങ്കിൽ മൈ ഐസ് ഈസ് ഓൾവേസ് റെഡ് പ്ലീസ് സർ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. അപ്പൊ ചില കാണാത്ത ആളുകളൊക്കെ വന്നിട്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ എന്നാൽ ഒരു മര്യാദ പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടേ സുബിതേ കട്ടപ്പനയിലെ ബിജുക്കുട്ടൻ ബോവനാലം മോഡൻ ഇതുവരെയായിട്ട് അവൻ സ്റ്റേജിൽ ചെയ്തിട്ടില്ല. പിന്നീട് ഒരു ദിവസം സലിംകുമാർ ഈ ബോവനാലം മോഡനെ കണ്ടപ്പോഴാണ് ദൈവം ഇയാളെയാണ് അവനെ അംഗീകരിക്കാൻ പോയത്. സലിംകുമാർ ഇങ്ങനെയും കൂടിയും പറഞ്ഞ് ഒരു കണക്കിന് നന്നായി അവതരിപ്പിക്കാം. അതിന്റെ പേരിൽ പിഷാരടി കമ്മീഷനും അടിച്ചു. അവൻ 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്. 2,000 രൂപ കൊടുത്താൽ മതിയല്ല, ബാക്കി 8,000 രൂപ ലാഭമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ലവ് മാരേജ് ആയിരുന്നില്ലേ? ലവ് മാരേജ് ഇവര് രണ്ടുപേരും എനിക്ക് പണ്ട് തുടങ്ങി കുഞ്ഞുനാളിൽ തുടങ്ങി അറിയാവുന്ന പെൺകുട്ടിയാണ് ഇവളെന്ന് പറഞ്ഞാല്. ഞങ്ങള് ഫാമിലി ആയിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അച്ഛനുണ്ട്. അച്ഛൻ ഭയങ്കര സാത്വികനായിട്ടുള്ളൊരു ഭയങ്കര പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരു ആങ്ങളുണ്ട്, ചേച്ചിയുണ്ട്. ആങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഇതാണ്. ഇവന് കിട്ടിയൊരു അനുഗ്രഹമാണ് വീട്ടിൽ നിന്ന് ഈ പെണ്ണെ കിട്ടിയെന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഭയങ്കര അടുപ്പമുള്ളൊരിതാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റാണ് വന്ന് കല്യാണം കഴിച്ചിട്ട് പോണത്. ഒന്ന് രസിക എന്നൊക്കെ പറഞ്ഞാൽ ട്രൂപ്പിലൊക്കെ കയറാന്ന് പറഞ്ഞാല് ഭയങ്കര കുഴപ്പം പിടിച്ച പരിപാടിയാ. നമുക്കൊന്നും കയറാൻ പറ്റില്ല. ഭയങ്കര ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ രസികയിലൊക്കെ. അതില് മെയിൻ ആർട്ടിസ്റ്റാണ് ബിജു. ഞാൻ അങ്ങനെയല്ലേ അറിഞ്ഞേക്കണേ ഇവര് നല്ലൊരു പയ്യനെ അന്വേഷിച്ച് നടന്ന് പറവൂർ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു പയ്യൻ നല്ല പയ്യൻ ഇരിപ്പുണ്ട് എന്ന് അന്വേഷിച്ച് വന്നാണെന്നാണ് ഞാൻ അറിഞ്ഞേക്കണത്. പക്ഷെ പണ്ട് ഈ മിമിക്രി എന്ന് പറയുമ്പോ ഒരു ജോലിയായിട്ട് ആളുകൾ കാണില്ലല്ലോ ആ സമയത്ത്. അപ്പൊ അതൊരു ഇന്ന് സക്സസ് ആയി നിൽക്കുന്നു. പക്ഷെ അന്ന് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് സക്സസ് ആവോ, മകളെ കെട്ടിച്ചു വിടാൻ പറ്റും. ഇവരുടെ വീട്ടില് ഇവരുടെ അച്ഛനമ്മനെയൊക്കെ ഞാൻ അതിനകത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തന്നത്. അത് എന്ന് വെച്ചാല് അന്ന് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ വിരുന്നൊക്കെ പോകുമല്ലോ, ഞങ്ങൾ രണ്ടുപേരൊക്കെ ആയിട്ട് ഒക്കെ പോകുമല്ലോ. അപ്പൊ അച്ഛനൊക്കെ വരും ഇവരുടെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ അച്ഛനൊക്കെ വരും സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ. അപ്പൊ ഇവരുടെ അച്ഛനോട് ചോദിക്കും, ഇത് മോളുടെ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ പേരെന്താണ്? ഞാൻ ബിജു. എന്താണ് എന്ന് പറയുമ്പോൾ ഞാൻ മിമിക്രി എന്ന് പറയില്ല. മിമിക്രി ഞാൻ ഇങ്ങനെ ഇത് ഞാൻ ടൈലിന്റെ പണി എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ ഇവിടെ അച്ഛൻ പറയും മിമിക്രിയാണ്, മിമിക്സ് പരേഡ് എന്ന് പറയും. അപ്പൊ അയാൾക്ക് അറിയാൻ പറ്റില്ല എന്ത് മറ്റേ സ്റ്റേജിലൊക്കെ ഉള്ള ഒരു പരിപാടി. അപ്പൊ പുള്ളി അതങ്ങ് ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അത്. കാരണം പണിയൊന്നും ഇല്ലാന്നൊന്നും പറയാറില്ല, അല്ലെങ്കിൽ മിമിക്രി ഒരു മോശം കലയാണെന്നൊന്നും പറയാറില്ല അവര്, അമ്മയായാലും അച്ഛനായാലും. പിന്നെ ഇവര് നേരെ തിരിച്ചായിരുന്നു. പക്ഷെ ഇവരെ വീട്ടിലിടല്ല, നേരെ തിരിച്ചായിരുന്നു. എന്നോട് എന്റെ ബന്ധുക്കള് ഇത് ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഉണ്ടായിരുന്നു. എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി ഉണ്ടായിരുന്നു. ഞാൻ രാജിവെച്ചിട്ടൊക്കെ പോകുന്നതാ, റിസൈൻ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പൊ ഇവരുടെ വീട്ടിലെല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഇവളുടെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഗസറ്റ് ഓഫീസറായിരുന്നു. ഞങ്ങളുടെ പോലീസിലാണ്. ഞങ്ങളുടെ ഭാര്യ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ചേച്ചി ടീച്ചറാണ്. അവർ എന്നെ മാത്രം ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റൂല. കാരണം ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ് നടക്കണല്ലേ. പക്ഷെ അവരെ തെറ്റു പറയാൻ പറ്റൂല. തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും തെറ്ററിയില്ല.
പക്ഷെ പിന്നീട് അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. അത് അങ്ങനെയാണ്. എനിക്ക് രണ്ടാമത് ഈ സൂചേട്ടൻ എന്നൊക്കെ പറഞ്ഞാല് ഇവളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര പാവത്താനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു ചാക്ക് അരി മേടിച്ചാൽ ഇത്ര കാലത്തേക്ക്, 1 കിലോ ചാള മേടിച്ചാൽ 2 കാലത്തേക്ക്, ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. നമ്മളാണെങ്കിൽ വന്നാങ്കോലെ വനാറെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുഴപ്പമുണ്ടായുള്ളൂ. പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോ എല്ലാം മാറി. എല്ലാരും ഭയങ്കര സ്നേഹമായി, എല്ലാവർക്കും നമ്മളോടും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളവിടുത്തെ ഒരു ആളായി. ഇപ്പം പറയുന്ന പോലെ ഇപ്പം നിങ്ങളുടെ രണ്ടാമത്തെ കല്യാണത്തിന്റെ ആദ്യത്തെ ഓണല്ലേ, വിശേഷം കൂടി ഇല്ലേ? ഇപ്പളാ ഓർത്തേട്ടോ. ഞാനിപ്പോ ഓർത്തെ. ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി ഇവരുടെ കല്യാണം മര്യാദക്ക് കഴിഞ്ഞതാ. ഞാനിവിടെ വിളിച്ചിട്ട് വന്നിട്ടൊരു, ഞാനന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിലുള്ള ഒരു ദേവസ്വം ബോർഡിലെ അമ്പലത്തിൽ ഞാനും അവിടുത്തെ ഒരു വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ആ ടൈമിനാണ് കല്യാണം കഴിക്കുന്നത്. താലി കെട്ടി അത് കഴിഞ്ഞ് 16 വർഷത്തിന് ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനെ പറ്റിയുള്ളൊരു ഇത് വന്നത്. അങ്ങനെ ഞാൻ ഒരു 3 പേരെ ഒപ്പിടാൻ വേണ്ടി വിളിച്ചു. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കി. 2000 രൂപ അവിടെ കൊടുക്കണം, കുറച്ച് രേഖകളൊക്കെ കൊടുക്കണം. കൊടുത്ത് ഞാനൊരു സിനിമയുടെ ലൊക്കേഷനിൽ പോയി. പിന്നെ വന്നത് ഒരു 10-35 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കറക്റ്റായി. ഒരു നോട്ടീസ് ബോർഡിലേക്ക് ഇടുമല്ലോ ആരെങ്കിലും എതിരണ്ടൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോ അല്ലേ? ആ അപ്പൊ അങ്ങനെ കാണിച്ച് പരിചയം ഉണ്ടെന്നാണ്. ഞാൻ അങ്ങനെയല്ല, പുറത്തിങ്ങനെ ഒട്ടിച്ചു അങ്ങനെ കുറെ പേരെ വീട്ടുകാർ പിടിക്കുന്ന കുറെ സിനിമയിലൊക്കെ ഉണ്ടാവല്ലോ ഒരു ഓർമ്മ. ഞാൻ എന്റെ ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെ എന്നുള്ളത് വായിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ വിവാഹിതയാവുന്നു പറഞ്ഞുള്ള സാധനം അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ നിറച്ച് ചാനലുകാരും പത്രക്കാരും ഒക്കെ നിൽക്കുന്നു. പണി വാലും വെള്ളത്തിലായി. പിന്നെ 2000 രൂപ തീരേണ്ട സാധനം 10,75,000 രൂപ തീർന്നു. ചെലവെടുത്തിട്ടാണ് ആദ്യത്തെ കല്യാണത്തിന് ചെലവായില്ലല്ലോ. അപ്പൊ ഇതെങ്ങനെ അങ്ങനെ കേട്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തായാലും ഒരു കല്യാണം നടത്താൻ വേറെ കേസുണ്ട്. നമ്മള് മര്യാദക്കൊക്കെ കല്യാണം കഴിച്ച് താലി കെട്ടി അമ്പലത്തിൽ വീട്ടിൽ പന്തലൊക്കെ ഇട്ട് സദ്യ കൊടുത്ത്. പക്ഷെ ഇത് ഗംഭീരമായിരുന്നില്ലേ? ഇപ്പൊ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാരും അറിഞ്ഞില്ലേ? ഞങ്ങളുടെ കല്യാണം ആരെങ്കിലും അറിഞ്ഞോ? ഒരു കല്യാണ ഫോട്ടോ പേപ്പറിലിട്ടാ, ഒരു കല്യാണ ഫോട്ടോ പേപ്പറിലെടുത്ത് എത്ര ലക്ഷം രൂപ കൊടുക്കും? തീർച്ചയായിട്ടും കളർ ഫോട്ടോ അടക്കം എല്ലാ പേപ്പറിലും ഫ്രീ ആയിട്ട്. അപ്പൊ ഈ മുടക്കിയ പൈസ ഒന്നുമല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടോ? പക്ഷെ ലീഗലി കല്യാണം കഴിക്കണമെന്നൊരു ഇത് ഇമ്പോർട്ടൻസ് ഇത് എല്ലാവരും നമ്മള് ആ പോസ്റ്റർ കാണുമ്പോ എല്ലാരും തമാശയാണെന്ന് കരുതും. ഇതിന്റെ ബാക്കിൽ വേറൊരു സംഭവം ഉണ്ടത്. കാരണം അത് ലീഗലായിട്ട് വരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണത് കറക്റ്റ് ആയിട്ട്. നമ്മൾ തമാശയാണെന്ന് കരുതുന്നത് ഇത് കറക്റ്റ് കാര്യമാണോ? കുറെ പേര് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ വിവാഹം ചെയ്തൊരാള്. കുറെ പേര് വിളിച്ചു ചോദിച്ചത് എന്താ ഇതിന് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് വിളിച്ചിട്ടുണ്ടായി. ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് ഇതൊരു മോട്ടിവേഷൻ പോലെ നമ്മൾ ചെയ്തു കൊടുത്തു. അത് നല്ലതാണ്. കാരണം നാളെ ഒരിക്കലും നമുക്കൊരു വേറൊരു സ്ഥലമുണ്ടോ അതുണ്ടോ ഒരു നമ്മളുടെ ഒരു എന്തെങ്കിലും പ്രശ്നത്തിന് നാളെ അതൊരു വിഷയമാവും. ശരിയാ. ലീഗലി ചെയ്യാൻ വേണ്ടി ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഇത് ഇതിന്റെ പേരിൽ ചിലപ്പോ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും എന്ന് അന്നേരത്തെ അറിഞ്ഞ കുറെ ആളുകളുണ്ടാവും. ഇപ്പോഴും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അതും ഒരു തരത്തിൽ നല്ല കാര്യമാണോ? ഒരു മെസ്സേജും കൂടി ആയിരുന്നു ചേട്ടൻ രണ്ടാമത്തെ. നമ്മളിത് സമയം കൊടുക്കണം. പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇവിടെ ചോദിക്കാം, പാറു നേരത്തെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പാറു പറയാണ് ചേട്ടൻ അച്ഛനെ കാണുമ്പോ നമ്മുടെ ആൻമരിയ കലിപ്പിലെ മാലാഖേനൊക്കെ പോലെ തോന്നി. ഞങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു. അച്ഛന്റെ അഭിനയിച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മാക്കൂട്ടൻ സിനിമയില്ലേ? അതിന്റെ നായകത. അത് എത്ര ഇഷ്ടപ്പെടാൻ കാരണം? അച്ഛൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ അല്ലേ? അതെ. മാലാഖയായിട്ട് വരുന്നത് ഇഷ്ടായോ? അത് സൂപ്പർ. എത്ര ഇമോജീസ് ഇറങ്ങിന്നറിയോ അത്. ഇവിടെ അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഫേവറേറ്റ് ആണ്. കൊറേ പേര് ഞാനായിരുന്നു ശരിക്കും അഭിനയിക്കേണ്ടത് ഞാനായിരുന്നു. ഞാൻ അമേരിക്ക പോകാൻ വേണ്ടി നിൽക്കണവരെ അവരവർ ഇങ്ങനെ നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു
ബിജുക്കുട്ടനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നാണ് വിളിച്ചിട്ട് നിന്റെ നമ്പർ കൊടുത്തിട്ട് അപ്പൊ തന്നെ അമ്പലത്തിൽ പോയി അമേരിക്ക നടക്കണേ പാസ്പോർട്ടിലൊന്നും വന്നാകല്ലേ. അവരാണെങ്കിൽ എന്റെ അമേരിക്ക ക്യാൻസൽ ആക്കാൻ വേണ്ടി ശ്രമം. ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ബിജുക്കുട്ടനെ വിളിക്കുക, അവൻ കറക്റ്റ് ആയിരിക്കും അതിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ബിജുക്കുട്ടനെ വിളിക്കുന്നത്. അടിയ പേരെ കുട്ടമണിക്ക് അച്ഛൻ്റെ റോൾ കൊടുക്കാനാട്ടോ. ഇഷ്ടപ്പെട്ടില്ല, എന്റെ അച്ഛൻ്റെ റോൾ തന്നെയാണ് ഇതൊക്കെ. വിളിച്ചിട്ടുണ്ടായിരുന്നു പോണേനും US പോണേനും മുമ്പായിരുന്നു. എനിക്ക് വിസ കിട്ടില്ലെന്ന് ഈ സിനിമയുടെ ആൾക്കാര്. വിസ കിട്ടണേ, വിസ ഇല്ലായിരുന്നാല് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവിടത്തെ ഒരു എതിർപ്പ് വേറെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും വിസ കിട്ടി കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാവരും കയറിപ്പോയി. ഞാൻ ഒറ്റക്കാ പോയത് മ്യൂസിക്. ജയറാമിന്റെ കൂടെയുള്ള ഷോ ആയിരുന്നു. എല്ലാവരും പോയി, എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാൻ പിന്നെ 2 ദിവസം അവിടെ താമസിച്ചപ്പോൾ കൺട്രോളർ വിളിക്കും, കിട്ടൂല നമ്മുടെ പടത്തിൽ അവനേക്ക് എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പോണ വഴിക്കാണ് ഞാൻ പറഞ്ഞത് ബിജുക്കുട്ടനെ വിളിക്കുക. അപ്പോൾ ബിജുക്കുട്ടൻ്റെ നമ്പറില്ലെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്ത് വിളിപ്പിച്ച്. എനിക്ക് എന്തായിരുന്നു പേടിയെന്ന് അറിയാമോ? ഈ അമേരിക്ക വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുബായിലൊന്നും പോണ പോലെയല്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വിസ എടുക്കാനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ചെന്നൈ പോകണം. ചെന്നൈ പോയിട്ട് എംബസി പോകണം. എംബസി പോയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെല്ലണത് എന്തിനാണെന്നൊക്കെ അവർ ചോദിക്കും. ഇംഗ്ലീഷിലൊക്കെ ചോദിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വേറെ ആളുകളുണ്ടാവും മലയാളത്തിലൊക്കെ. ഇവരുടെ ഒരു അവിടത്തെ നിൽക്കുന്ന ആളുടെ ഒരു അന്നേരത്തെ മൈൻഡിലാണ് ഈ വിസ അടിക്കുന്നത്. ശരിക്കും ഒരു മൈൻഡാണ് അവരുടെ. ഇവര് ചിലപ്പോ വീട്ടിൽ നിന്ന് പെണ്ണുപിള്ളേടെ തല്ലി പൊടിഞ്ഞു പോയാണെങ്കിൽ എന്ന് പറയും. വീട്ടിൽ തല്ലി പിടിച്ചോന്ന് അങ്ങനെ ആയിരിക്കില്ലേ. ആ സമയത്ത് നല്ല കൂടാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ വിചാരം എങ്ങാനും ഇവൻ പോയില്ലെങ്കിലാ, കാരണം ഇവനെ കണ്ടിട്ട് എങ്ങാനും നീ പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കും. ഇവിടെ നിന്നാ ഈ റോൾ അവൻ ചെയ്യും. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ആ വിസ അടിച്ചു കൊടുത്താക്കണേ. കാരണം വിസ അടിക്കുമ്പോ അങ്ങനെയുണ്ട് എംബസിക്കാര് അങ്ങനെ ഒരു പ്രത്യേക. എന്നെ മാറ്റി നിർത്തിയിട്ടില്ല, എന്നെ മാറ്റി നിർത്തിയത് അങ്ങനെ. ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് പോറായപ്പോ വിമാനം മുടങ്ങി, ഭയങ്കര ഇത്. അങ്ങനെ ഞങ്ങക്ക് ചെന്നൈയിലേക്ക് ഞങ്ങൾക്ക് കാർ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ എനിക്ക് സ്പീഡിൽ പോണ കാറിലിരിക്കാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, പേടിയാണ്. അല്ല എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ട്, കുറെ പേരുണ്ട്. ഷാജിയും വിഷു ഉണ്ണികൃഷ്ണനും അവരൊക്കെ ഉണ്ട്. എല്ലാവരും കിടന്ന് ഉറങ്ങി. എനിക്ക് പേടിയാണ് ഭയങ്കര സ്പീഡിൽ പോണ കാറിലിരിക്കാൻ. ഞാൻ ഇരുന്നിരുന്നിരുന്നിരുന്നിട്ട് കണ്ണ് ചോരച്ചു. അവിടെ ചെന്നാൽ പെട്ടെന്ന് തന്നെ ഇത് കയറാൻ വേണം. ഞങ്ങൾ ഹോട്ടലിൽ കയറി കുളിക്കാനോ പിടിക്കാനോ ഒന്നും നേരമില്ല, നേരെ എംബസി കയറിയിട്ട് വിസ അടിക്കണം. അപ്പോൾ കയറിയപ്പോൾ എനിക്ക് കണ്ണിക്കേടാന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തി. എന്തെങ്കിലും 2 ദിവസം പ്രശ്നമാണ്. 2 ദിവസം മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞു മൈ ഐസ് ഈസ് ഓൾവേസ് റെഡ് പ്ലീസ് സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, മാറ്റി നിർത്തി. 2 ദിവസം ഞാൻ അവിടെ കിടക്കും. പിന്നെ പോകും, പിന്നെ വരും. ഞാൻ കിട്ടി പോയി. ഇപ്പൊ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴേ നിങ്ങളിപ്പോ ഒരു ലോങ് ഡേറ്റ് ഒക്കെ കൊടുക്കുമല്ലോ, അപ്പൊ അത് കഴിഞ്ഞ് നല്ല അവസരങ്ങൾ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടോ? ചെയ്യാൻ പറ്റാതെ പോയെ? ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട്. സത്യനന്ദിക്കാട് സാറിന്റെ പടം ഞാനാണ് ചെയ്യേണ്ടത്. എന്റെ പകരം അവനാണ് ചെയ്തത്. എനിക്കൊരു സാധനം തന്നെ പകരത്തിന് പകരം സത്യനന്ദിക്കാട് സാറിന്റെ പടമാണ് നടക്കണം. ബെന്നിച്ചേട്ടൻ സ്ക്രിപ്റ്റ് പുതിയ തീരങ്ങൾ തന്നെ, അതും നിവിൻ പോളിന്റെ കൂടെ തന്നെയുള്ള കഥാപാത്രം. എനിക്ക് വേറെ സിനിമ ഞാൻ പറഞ്ഞ് ധർമ്മനെ വിളിച്ചോ. അല്ല എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നാണ്. ചെറിയ സിനിമക്ക് കമ്മിറ്റ് ചെയ്ത് പോയി. അപ്പം പക്ഷെ സത്യൻ സാറിന്റെ ഒക്കെ പടം എന്ന് വെച്ചാൽ വിടാന്ന് പറഞ്ഞാല് അത് നല്ല വേഷമായിരുന്നു, നന്നായിട്ട് ത്രൂഔട്ട് വേഷമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാല് വിജയന്റെ വേഷമായിരുന്നു. അപ്പൊ എന്നോട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കണം. അപ്പൊ ഞാൻ മാത്രമല്ല എല്ലാവരും ആഗ്രഹമാണ്, എല്ലാവരും ആഗ്രഹമാണ്. ഞാനപ്പോ എനിക്ക് ചാൻസ് ചോദിക്കൽ ശീലമില്ലാത്തതുകൊണ്ട് ഈ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്നസെന്റ് ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് സത്യ സാറിന്റെ പടത്തിൽ അഭിനയിക്കാനൊരു ചെറിയ എന്തെങ്കിലും റോള്, ഈ പടത്തിലല്ല അടുത്ത പടത്തിൽ ഏതെങ്കിലും പടത്തിൽ ഞാൻ എവിടെ സത്യൻ ഇപ്പൊ ഇവിടെ ഉണ്ട്, ആലപ്പുഴയിലുണ്ട്, അവിടെ ചെല്ലുമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. വേറെ പ്രോഗ്രാം കൂടിയാണ്, ചാൻസ് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, കൂട്ടുകാരൻ്റെ ബാഗ് ബിസിനസ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് ബാഗും വിൽക്കാനുണ്ട്, ഇതും പോവാം. ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ സാറിനെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇല്ല, സാറ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാ നിൽക്കുക ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ വിളിച്ച്, സത്യം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയേക്കണേന്ന് ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ബെന്നി പി നാരമ്പലം, ആൻഡോ ജോസഫ്, സത്യനന്ദിക്കാട് സാറിൻ്റെ കൂടെയുള്ള ശ്രീബാലയ്ക്ക് മേനോൻ, സത്യൻ സാറ്,
ബെന്നിപ്പി നേരത്തിലൊക്കെ കുടുങ്ങി നടന്നു വരിക. അപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാം. അവർക്ക് സത്യ സാറിന് മാത്രം എന്നെ അറിയാൻ മേലുണ്ടല്ലോ, ടി വിയിലേക്ക് കണ്ടിട്ടുണ്ടാവും. ആട്ടെ, ഓ എന്താ ബോൾ കാട്ടി വിടാ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻ്റെ ചെന്ന് ധർമ്മജ എന്താ എന്ന് ചോദിച്ചു. അപ്പോഴും സത്യ സാറിനെ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞ്, ആ ഇന്നസെൻ്റ് പറഞ്ഞായിരുന്നു പോയിക്കോന്ന്. അവനാകെ സങ്കടപ്പെട്ടു പോയി. ചാൻസ് ചോദിക്കാൻ സമ്മതിച്ചില്ല പുള്ളി. അതിന് മുമ്പ് എന്നെ പോയിക്കോന്ന് പറഞ്ഞു. അവനാകെ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലെത്തണേക്ക് മുമ്പ് എൻ്റെ കോൾ വന്നു. അപ്പോഴാണ് ബെന്നിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ബിജുക്കുട്ടന് വെച്ച വേഷമാണ്, അവന് ഇത്തിരി തിരക്കുകളുണ്ട്, ഇതാണ്, അപ്പോൾ നാളെ തന്നെ പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വേഷം ചെയ്തത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം കൈമാറിയിട്ടുണ്ട്. പാറു ഒരു പാട്ട് പാടോ? ഓണപ്പാട്ട് നേരത്തെ പഠിച്ചു വെച്ച പാട്ട്. ഏത് പാട്ടാ? പഠിക്കോ? പൂവിളി പൂവിളി പൊന്നൂനമായി നീ വരൂ പൊന്നൂന തുമ്പി. നമുക്ക് ഇനിയും പറഞ്ഞിട്ട് ഓണപ്പാട്ട് പാടാൻ പറഞ്ഞാൽ ഈ പാട്ട് ആദ്യം സിനിമ പാട്ട് പാടോ? എന്നാ ഓണപ്പാട്ട് വേണ്ട. ഏത് പാട്ടാണ്? ഉണ്ടോ? ആവേശത്തിലെ പാട്ടൊക്കെ വീട്ടിലിരുന്ന് പാടണ കേൾക്കാല്ല. ആവേശത്തിലെ പാട്ട് പാടണേക്കാ. മറ്റേ റാപ്പൊക്കെ പാടും വീട്ടിലിരുന്ന്. പാട്. ആവേശത്തിലെ ഏത് പാട്ടാണ്? ചേച്ചിക്ക് പഠിത്തിരുന്ന് പറഞ്ഞതല്ലേ? ഏത് പാട്ടാണ്? ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഏത് പാട്ടാണ് പാറു? വേറെ ഏത് പാട്ട് പാടുവോട്ടാ? ലച്ചു പാട്ട് പാടും. ലച്ചു ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുക. നേരത്തെ ഒക്കെ അടിപൊളിയായിട്ട് പാട്ട്, ഡാൻസ് എന്തായാലും ഉണ്ട്. ആദ്യം പാട്ട് ഇവരും പാടും. വീട്ടില് വയലന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വരുമ്പോ സൈലന്റ് ആണ്. ഇവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടില് വയലന്റ് ആണോ? വീട്ടിൽ വയലൻ്റാണ്. എന്ത് പറ്റിയതൊക്കെ എനിക്കൊന്ന് ചേട്ടന്റെ സിനിമയൊക്കെ ടി വിയിൽ കാണിക്കുമ്പോ ഇവർ അപ്പം തന്നെ ചാനൽ മാറ്റും. ശരിക്കും അതെന്തുണ്ടാ? അവര് പറയണത് എന്നെ എപ്പോഴും കാണണില്ലെന്ന് പറയും. ഇരുന്ന് മുഴുവൻ സിനിമ കണ്ടിട്ടുണ്ടോ? വീട്ടിലുള്ളത് ടി വിയില്? വീട്ടില് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈ നമ്മളിപ്പൊ കാണുന്ന ധർമ്മചേട്ടൻ അല്ലാതെ ശരിക്കും ധർമ്മചേട്ടൻ എങ്ങനെയാ? ശരിക്കും നമ്മളിപ്പൊ കാണുന്ന പോലെ തന്നെയാണോ? അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ധർമ്മചേട്ടന്? ഇഷ്ടപ്പെട്ടതാ? എനിക്ക് ഇഷ്ടപ്പെട്ടതാ ധർമ്മ കുഴപ്പമൊന്നുമില്ല, കറക്റ്റാ എല്ലാത്തിലും. വലിയ തമാശ പറയില്ല എന്നുള്ളൂ. ഓ, വീട്ടില് തമാശ അത്ര ഉണ്ടാവും. എന്നാ ചില കാര്യം ഭയങ്കര തമാശ ആയിരിക്കും, പക്ഷെ കറക്റ്റാ. തമാശ ഉൾക്കൊള്ളാൻ അറിയാൻ പറ്റണ്ട, തമാശ പറയാറുണ്ട്. കുറച്ച് സീരിയസ് മനസ്സിലാക്കാഞ്ഞിട്ടാ. നമ്മളിത്ര സീരിയസ് തമാശയൊക്കെ ആയിരിക്കും പറയണത്. ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തോണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മനസ്സിലാവാതെ. പൊതുവെ ഈ തമാശകൾ കൂടുതൽ പറയുന്ന ആൾക്കാര് റിയൽ ലൈഫിൽ കുറച്ച് സീരിയസ് ആണ്. സീരിയസ് ആണ്. ഞാൻ അങ്ങനെയാണ്. നമ്മള് വീട് സലിംകുമാർ അങ്ങനെ, ജഗദീഷ് ചേട്ടൻ അങ്ങനെയാണ്. എല്ലാരും എടുത്തു നോക്കിക്കോ, കോമഡിയന്മാരായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അവർ ഭയങ്കര സീരിയസ് ആയിരിക്കുള്ളൂ. എല്ലാവരും വിചാരം നമ്മള് വെറും കോമാളികളാണെന്നാണ്. നമ്മൾ അത്യാവശ്യം വായനയും കാര്യങ്ങളും നിരീക്ഷണവും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളൊക്കെ എല്ലാവരും. പിന്നെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാനും മരിച്ചട്ടിപ്പോട്ട് ഒരു കോമഡി പറഞ്ഞ ധർമ്മയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചോദിക്കണവരൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൊമേഡിയന്മാർക്ക് മാത്രമുള്ളൊരു സംഭവം. എവിടെ ചെന്നാലും തമാശ പറഞ്ഞെന്ന് പറയണതേ, അത് നമ്മളൊക്കെ എല്ലാവരും അമ്പിളിച്ചാറിനോട് ചോദിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനോട് ചോദിക്കണത് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോണ അമ്പിളിച്ചാറിൻ്റെ കൂടെയാണ്. അവിടെ ചെല്ലുമ്പോഴേക്ക് നമ്മൾ അമ്പിളിച്ചാറിനെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കണേ. 10-15 സ്റ്റേജ് ഉണ്ടായെങ്കിൽ പോലും. അപ്പൊ ചില കാണാത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു മര്യാദ എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടേ സുബിതേ കട്ടപ്പനയിലെ വിജുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാള്, ഞാൻ പറഞ്ഞു കട്ടപ്പന വിജുക്കുട്ടൻ, ഞാനെന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കട്ടപ്പനയിലെ ബിജുക്കുട്ടൻ പറഞ്ഞ എനിക്ക് കൈ തന്നിട്ട് ഒരാള് ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് ഇവളോട് പറഞ്ഞു ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. KPSC ലളിത ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ KPSC ലളിത ചേച്ചിയുടെ മോനായിട്ടൊരു സിനിമയിൽ ബെസ്റ്റ് ആക്ടറിൽ ഞാൻ അഭിനയിച്ച്. അപ്പോൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ബിജുക്കുട്ടൻ ഇന്നലെ അവിടെ ഉണ്ടായില്ലേ? നമ്മളില്ല, ഞാനിവിടെയാണ്.
അപ്പൊ ഇന്നലെ നമ്മൾ ആ ചേച്ചി വേറെ സെറ്റ് അപ്പൊ പിന്നെ കണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ 3 ദിവസം വിട്ട് വിടുകയാണ്. ഞാൻ പറഞ്ഞു അത് ധർമ്മജനാണെന്ന് പറഞ്ഞു. ധർമ്മജന എപ്പോഴും മാറിപ്പോവും. മാറിപ്പോവും. എന്നെ ഇത്രയും പറയാനുള്ള ഒന്നുമില്ല. ചിലരൊന്ന് പിഷാരടി എന്ന് പറഞ്ഞ് പരിചയപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പിഷാര ചേട്ടൻ എപ്പോഴും ഓരോ ഇന്റർവ്യൂല് വന്നിട്ടുള്ള കഥകൾ പറയും. എപ്പോഴും ധർമ്മചേട്ടനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാം. കാരണം നിങ്ങൾ വന്നൊരു ഇത്ര എക്സ്പീരിയൻസും ഇത്ര ഇയർ നിങ്ങൾ പരസ്പരം അറിയുന്നുണ്ട് കുറെ കഥകൾ പറയല്ലോ. ഞാനായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പുള്ള കൂട്ടാണ് വിജുവായിട്ട്. ഇവരൊരുമിച്ച് സലിംകുമാറിന്റെ ട്രൂപ്പിൽ ഒരുപാട് കാലം ഉണ്ടായതാ. പിഷാരടി വരുന്നത് തന്നെ സലിംകുമാറിന്റെ ട്രൂപ്പിലാണ്. ഒരു പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് അവൻ വരുന്നത്. അന്നൊക്കെ ബിജുവൊക്കെ അവിടുത്തെ മെയിൻ ആർട്ടിസ്റ്റാണ്. അവൻ ചെറിയ പെൺവേഷങ്ങളൊക്കെ അല്ലേ അന്ന് ചെയ്യണത്. പെൺവേഷങ്ങൾ അതൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പൊ വലിയ നിലയിലേക്ക് വന്നു. വരുന്നത് ബോബൻ ആൽമൂടന്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞ സലിംകുമാറിന് ബോബൻ ആൽമൂടൻ ആരാണെന്ന് അറിയാൻ പാടില്ല. ആൽമൂടൻ ചേട്ടന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോബൻ ആൽമൂടൻ ഭയങ്കര സുന്ദരനായിട്ടുള്ള ഭയങ്കര. അപ്പൊ ഞങ്ങളും പറഞ്ഞ് ബോബൻ ആൽമൂടനെ നിറത്തിലൊക്കെ അഭിനയിച്ചൊക്കെ ഉള്ളൂ. നിറത്തിലൊക്കെ ഉണ്ടല്ലോ ഉള്ള ഒരു ആളാണ് തോന്നുന്നത്. അപ്പൊ ഇവനെ കണ്ടപ്പോഴും നല്ല സുന്ദരനൊക്കെയാണ്. സലിംകുമാർ കണ്ടിട്ടില്ല ബോബൻ ആൽമൂടനെ. അപ്പൊ ഞങ്ങള് പറഞ്ഞു നല്ല ഉഗ്രം കറക്റ്റാണത്. അതെ കറക്റ്റാണല്ലോ. അപ്പൊ കണ്ടപ്പോഴും തോന്നി ഇവനെ വലിയ നല്ല ചുള്ളനായിട്ടുള്ള പയ്യനാണല്ലോ. അങ്ങനെ എടുത്താണ്. ബോബനാലമ്മൂടൻ ഇതുവരെയായിട്ട് അവൻ സ്റ്റേജിൽ ചെയ്തിട്ടില്ല. പിന്നീട് ഒരു ദിവസം സലിംകുമാർ ഈ ബോബനാലമ്മൂടനെ കണ്ടപ്പോഴാണ് ദൈവം ഇയാളെയാണ് അവനെ അനുകരിക്കാൻ പോയത്. രണ്ടും ആനയും മുയിലായിട്ടുള്ള വ്യത്യാസമുണ്ട്. അവൻ കേറി പറ്റാൻ വേണ്ടി പറഞ്ഞാണ്. അവനെ ഒരുപാട് കഥകൾ പറയും. ഇപ്പൊ അവന്റെ പേരിൽ പ്രചരിക്കുന്ന ഏറ്റവും കൂടുതൽ കഥകൾ പറയുന്ന ആളുകളുടെ രീതിയിലാണ്. അതിന്റെ സലിംകുമാർ ഇങ്ങനെയും കൂടിയും പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞില്ലടാ ബോബനാലമ്മൂടിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോടാ. അത് അവതരിപ്പിക്കാനാണ് അവനോട് വന്നത്. അവനെ അവതരിപ്പിച്ചിട്ടില്ലടാ. ഒരു കണക്കിന് നന്നായി അവതരിപ്പിക്കാൻ. ഇവനോരോ കഥകൾ പറയുമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥകളുണ്ടാവും, ബിജു പറഞ്ഞ ഒരുപാട് പേര് കൂട്ടുകാർ കഥ പറഞ്ഞു കൊടുക്കുമല്ലോ. എനിക്കൊരു പുതിയ കഥ കിട്ടി കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ഇവനോട് പറയാറുണ്ട് ചിരിക്കാനായിട്ടൊക്കെ ആയിട്ട്. ഇവനെല്ലാ കഥയും ഇവന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ കഥ, ഇവന്റെ കൂട്ടുകാരുടെ കഥ. എന്നാ അത് ധർമ്മയും പറഞ്ഞാണ്, ബിജു പറഞ്ഞാണ്, അങ്ങനെ പറയൂല. അവന്റെ സ്വന്തം കഥയ്ക്ക് പറ്റും. ആള് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവൻ ഒരു ഓണത്തിന് എന്നെ ഭയങ്കരമായിട്ട് പറ്റിക്കാൻ ശ്രമിച്ചു. ഓണത്തിന് എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇത്തിരി കുടവയറൊക്കെ ഉള്ള ഈ കുടവയറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓണത്തിന് ഇത്തിരി ഡിമാൻഡാ. മാവേലി ഒരുത്തരം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ എറണാകുളം താജിലാണ് എന്തോ ഒരു പെയിന്റിന്റെ എന്തോണ്ട് ഒരു ലോഞ്ചിങ് ആണ്. അവിടെ കുറച്ച് നേരത്തൊക്കെ മതി എന്ന് പറഞ്ഞ് മാവേലിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇത്തിരി കുടവരൊക്കെ ഉള്ള ഒരുത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈജു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അവർ ബോൾഗാട്ടിൽ നിന്ന് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ താജിലേക്ക്. അവൻ പറഞ്ഞ് എത്ര രൂപ കിട്ടൂടാ. അപ്പം ഞാൻ പിഷാരനോട് ചോദിച്ചു എത്ര രൂപ കൊടുക്കാൻ പറ്റൂടാന്ന് ചോദിച്ചു. ഒരു 12,000 രൂപ കൊടുത്താൽ മതിയോ. ഞാൻ പറഞ്ഞ് അവർ വിളിച്ചിട്ട് 2,000 രൂപ കിട്ടൂടാ. ഞാൻ അവിടെ പോയിട്ട് ഒരു 10 മിനിറ്റത്തെ കാര്യമില്ലുള്ളൂ. 2,000 രൂപ കിട്ടുന്നത്. അതിൻ്റെ പേരിൽ പിഷാരടി കമ്മീഷനും അടിച്ചു. അവൻ 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്. 2,000 രൂപന് കൊടുത്താൽ മതിയല്ല, ബാക്കി 8,000 രൂപൻ്റെ ലാഭമാണ്. അങ്ങനെ ബൈജു അവിടെ നിന്ന് എൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അവിടെ വന്ന് മാവേലിയുടെ വേഷമൊക്കെ കെട്ടി ഈ ഗസ്റ്റുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണ രീതിയിൽ കൊട്ടയൊക്കെ പിടിച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി ഫുഡും കാര്യങ്ങളും മദ്യം ഒക്കെ ഉണ്ട്. മാവേലി അടിച്ച് പല ബ്രാൻഡ് അടിച്ച് സെറ്റായിട്ട് സൈഡായി സൈഡിൽ കിടക്കുക പുള്ളി മാവേലിയുടെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ പിഷാരടിക്കാണ് ഫോൺ. എനിക്ക് ഫോൺ വരേണ്ട കാര്യമില്ലല്ലോ. ഫോൺ വിളിച്ചിട്ട് വെച്ച് സാറേ ഇങ്ങനെ മാവേലിയായിട്ട് വന്ന പുള്ളി ഇവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓഫായി പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അത് അവിടെ കിടത്തിക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അവര് നേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടൊരു സൂട്ട് റൂമിൽ ഇട്ടു താമസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇട്ടിട്ട് കെട്ടുവിടാൻ വേണ്ടി ഒരു ബിയറും കൂടി മേടിച്ചിട്ട് അടിച്ചിട്ട് പോയി. പിന്നെയും പിഷാരടിക്ക് ഫോൺ. സാറേ എൻ്റെ പേയ്മെൻറ്റ് തന്നില്ലല്ലോ. എന്തിൻ്റെ പേയ്മെൻറ്റ്? എൻ്റെ മാവേലി ഇങ്ങനെ അടിച്ച് സെറ്റായിട്ട് ഇരുന്നിട്ട് സാറ് പറഞ്ഞില്ലേ, കിടത്താൻ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ റൂം കൊടുത്തിട്ടുണ്ടായി. അതുകൊണ്ട് ഒരു 9,000 രൂപ അതിൻ്റെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ നഷ്ടമായിപ്പോയി. ചതിയായിരുന്നത്. ആ ചതിക്ക് ദൈവം കൊടുത്ത ചതിയാണ് അവന്. അങ്ങനെയൊക്കെ ഓണത്തിന് പറ്റിയിട്ടുണ്ട്.